കാസർഗോഡ് കുമ്പളയിലെ ടോൾ പ്ലാസ നിർത്തലാക്കാനുള്ള പോരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ടോൾ പ്ലാസ നിർത്തിയപ്പോൾ മറ്റൊരു പോരായി. ടോൾ നിർത്തിച്ചതാരെന്ന തർക്കമാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയും BJPയും തമ്മിലാണ് തർക്കം. ആരുടെ സമ്മർദ്ദമായാലും ടോൾ ഒഴിഞ്ഞെന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ. ക്രെഡിറ്റിനെ ചൊല്ലി പാർട്ടികൾ പോരടിച്ചോട്ടെ, കീശ ചോരില്ലല്ലോ എന്ന് യാത്രക്കാർ. കാണാം അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കീശ കീറാത്ത കുമ്പള. ടോൾ പിരിവ് നിർത്തിയെങ്കിലും കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ്. കത്ത് നൽകിയവരും സമരം നടത്തിയവരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ദേശീയപാത 66-ൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ഒന്നാം റീച്ചിലാണ് ടോൾ ഗേറ്റ് നിർമ്മിച്ചത്. തലപ്പാടിയിൽ കർണാടകയിലെ ടോൾ ഗേറ്റ് നിലവിലിരിക്കെ 22 കിലോമീറ്റർ അകലെ വീണ്ടും ടോൾ പിരിക്കുന്നത് വിവാദമായി. രണ്ടാം റീച്ചിൽ പെരിയയിൽ നിർമ്മിക്കേണ്ട ടോൾ ഗേറ്റ് മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ പണി ഇഴഞ്ഞു നീങ്ങിയതോടെ താൽക്കാലികമായി ആദ്യ റീച്ചിലെ കുമ്പളയിലേക്ക് മാറ്റുകയായിരുന്നു. ടോൾ ഗേറ്റ് വരുമെന്ന അറിയിപ്പ് വന്നതോടെ മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. BJPയെ ക്ഷണിച്ചെങ്കിലും ആദ്യ യോഗത്തിലെത്തിയ BJP പ്രാദേശിക നേതാക്കൾ പിന്നീട് വിട്ടുനിന്നു. ഇതിനിടയിൽ ടോൾ ഗേറ്റ് നീക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ പലപ്പോഴായി സംഘർഷമുണ്ടായി. ഇതിനിടെ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി BJP നേതാക്കൾ കാത്തിരുന്നു. ടോൾ ഗേറ്റ് മാറ്റണമെന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയാനിരിക്കെയാണ് കുമ്പള ആരിക്കാടി ടോൾ പ്ലാസ അടച്ചുപൂട്ടുവാനുള്ള ഫയലിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒപ്പുവെച്ചത്. സംഭവം ഫേസ്ബുക്കിലൂടെ ആദ്യം അറിയിച്ചത് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് K. സുരേന്ദ്രന്റെ സർജിക്കൽ സ്ട്രൈക്ക്. ഇതിനിടയിൽ 9 മാസം മുമ്പ് ടോൾ ഗേറ്റ് അടച്ചുപൂട്ടാൻ BJP ശ്രമം തുടങ്ങിയിരുന്നുവെന്ന് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി. ജില്ലാ നേതൃത്വവും സംസ്ഥാന പ്രസിഡന്റും PK കൃഷ്ണദാസും മാത്രമാണ് ഇതിനായി ഇടപെട്ടതെന്ന് K. സുരേന്ദ്രനെതിരെയുള്ള ML അശ്വിനിയുടെ ഒളിയമ്പ്. ഇവിടെ BJP ആണ് ഇടപെട്ടിട്ടുള്ളത്. അത് സ്റ്റേറ്റ് ഘടകം, ജില്ലാ ഘടകം, അതേപോലെ നാഷണൽ ലെവൽ ലീഡേഴ്സ് ഇതിന്റെ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇന്ന് വിജയം സാധിച്ചിട്ടുള്ളത്. BJPയിലെ അത് ഏത് ലീഡേഴ്സ് ആണ്, ഏത് ലെവലിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് പറയാൻ ആവശ്യം നമുക്കില്ല. എന്നാൽ BJPയുടെ അവകാശവാദം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നുവെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫിന്റെ മറുപടി. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത കേരളത്തിൽ വളരെ അപൂർവമായി LDFും UDFും കൈകോർത്ത് പിടിച്ചുകൊണ്ട ഒരു സമരം. ആദ്യ യോഗത്തിൽ പങ്കെടുത്ത BJPക്കാർ പിന്നീട് സമരത്തിനോ ഇതിന്റെ വിഷയങ്ങൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ എല്ലാ പരിശ്രമത്തിന്റെ ഭാഗമായി കേന്ദ്രത്തിന് ഈ സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട വന്നു എന്നുള്ളതാണ് വസ്തുത. BJPക്ക് ഇതിൽ ഒരു പങ്കാളിത്തവുമില്ല. 8 കാലം മുമ്പ് BJP ചമയുന്നത്. ടോൾ പിരിവിനെതിരെ സമരം ചെയ്യാത്ത BJP നേതാക്കൾ ടോൾ പൂട്ടിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടെന്ന് CPIM. ഇത് അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പൊതുവായ വിഷയം എന്നുള്ള നിലയിലാണ് ഇതിനകത്ത് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അത് BJP ആണ്. BJP അതിൻ്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത് അതിൽ തൊട്ടടുത്ത സമരങ്ങളിലും അതുപോലെ തന്നെ പരിപാടികളിലും ഒന്നും അവർ പങ്കെടുത്തില്ല. അവരിപ്പോൾ ഇതിൻ്റെ അവകാശവാദമായി വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് ജാള്യത മറച്ചു വെക്കാനാണ് അവരിപ്പോൾ അതിൻ്റെ അവകാശവാദവുമായി വരുന്നത്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഈ ടോൾ വലിയ തിരിച്ചടി മഞ്ചേശ്വരത്തുണ്ടാക്കിയിട്ടുണ്ട്. 22 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ കൊടുക്കേണ്ടെന്ന സർക്കാർ നിലപാട് കുമ്പളയിലും പ്രാവർത്തികമായി. ടോൾ പിരിവിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് പൊതുജനം. കുമ്പള ടോൾ പ്ലാസ അടച്ചുപൂട്ടാൻ കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം വന്നു. ടോൾ പ്ലാസ അടച്ചുപൂട്ടുമ്പോഴും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പൊളിറ്റിക്കൽ വാർ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. BJPയും മുസ്ലിം ലീഗും തമ്മിൽ നേർക്കുനേർ വരുന്ന രാഷ്ട്രീയ യുദ്ധം. അരുൺ പാറയ്ക്കൽ, 24, കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു, ഏതായാലും ജനങ്ങൾക്ക് പ്രയോജനമായല്ലോ എന്ന കാര്യം. എബ്രഹാം തോമസ് പറയുന്നു, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെയായി. വനജ PR-ന്റെ അഭിപ്രായം, പാർട്ടികൾ തമ്മിലടിച്ചോട്ടെ, കുഴപ്പമില്ല, ജനങ്ങൾക്ക് സമാധാനമായല്ലോ, അത് മതിയെന്നാണ്. നൌഷാദ് പുന്നത്തല പറയുന്നു, ആര് ടോൾ നിർത്തിച്ചാലും യാത്രക്കാർക്ക് ആശ്വാസമാണ്. മലപ്പുറം വെട്ടിച്ചിറയിലും ടോൾ നിർത്തിവെക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുക്കണമെന്ന് NSG പറയുന്നുണ്ട്.
ടോൾ ഒഴിഞ്ഞെന്നത് സത്യം. പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ട്രോളിൻ്റെ ചാകരയാണ് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആ ടോൾ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.